ഈ തൂണിലുണ്ടോ പ്രഹ്ലാദ? നീ പറയണ ആ ഹരി ഇതിന്റെ ഉള്ളിലുണ്ടോ, ഇവിടെ ഉണ്ടോ എന്നോട് ചോദിച്ചോ. ചോദിച്ച സമയത്ത് ആ ചോദിച്ചോടുകൂടി പ്രഹ്ലാദൻ തൂണിലേക്കും അതുവരെ തൂണിലേക്കും ശ്രദ്ധിക്കേണ്ടായില്ല. തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ തൂണിലേക്ക് നോക്കി. തൂണിലേക്ക് നോക്കിയ പാടെ എന്തായി? ഗന്യണ്ടായല്ലോ. എന്തുണ്ടായി? നേരെ കയ്യിൽ മുളച്ചു കൊണ്ടുപോയി ശിരോപരി പിടിച്ചു. ശിരസിന്റെ മുകളിൽ ഉണ്ടല്ലേ, ഒരാൾ പൊക്കിയപ്പോ അടുത്ത ആൾ പൊക്കി. അറിയാണ്ട പൊങ്ങിയതാ, ഞാൻ പറഞ്ഞിട്ട് പൊങ്ങിയതല്ല. കൈ അറിയാണ്ട് എന്താ കാരണം? എന്താ? പ്രഹ്ലാദനെ നോക്കിയപ്പോ അവിടെ കണ്ടത് ഇവിടെ കാണാൻ നാരായണനെ. പ്രഹ്ലാദനെ എവിടെ നോക്കിയാലും ഇദ്ദേഹം തൂണിൽ നോക്കിയപ്പോ തൂണിലും കാണാണ്ട്. തൂണിൽ കണ്ടപ്പോ അന്ന് പറഞ്ഞ ഹരിയൻ പറഞ്ഞാണ് നാരായണൻ ശ്രീഹരി ഇതിന്റെ ഉള്ളിൽ കാണാണ്ട്, ഹരി ഇതിന്റെ ഉള്ളിൽ കാണാണ്ട്, തൂണിന്റെ ഉള്ളിൽ കാണാണ്ട് എന്നാ പ്രഹ്ലാദൻ പറയണേ. അത് പറഞ്ഞു കേട്ടപ്പോ നാരായണൻ ഇതിന്റെ ഉള്ളിലോ നിൽക്കണ കണ്ടാൽ വളരെ വളരെ ബഹുമാനപൂർവ്വം ഒരു ആരാധിക്കേണ്ട ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരാള് തനിക്ക് ആരാധനാണ് എന്ന് കാണുന്ന വ്യക്തിയെ കണ്ടാൽ ബഹുമാനിക്കുമല്ലോ. തൊഴുതു പിടിച്ച് ആ ബഹുമാന്യ വ്യക്തിയുടെ വ്യക്തിത്വത്തിനനുസരിച്ച് തന്റെ ആരാധനയുടെ ആ ക്ഷേമത്വത്തിനനുസരിച്ചിട്ടാണ് ഒരാളെ കാണുന്നത് ബഹുമാനിക്കുക. അല്ലേ? അതിഗംഭീരനാണെന്നുണ്ടെങ്കിൽ തൊഴുതു പിടിക്കുക. മാത്രല്ല അഞ്ജലീബദ്ധനായിട്ട് നിൽക്കുമ്പോൾ ദേവന്മാരെ കണ്ടാൽ ശിരോവരി തൊടണം എന്നാണ് നിയമം. ഓഹോ, ഇദ്ദേഹം നേരെ ശിരോവരി കയ്യിൽ മുടക്കിക്കൊണ്ട് ഇതൊക്കെ അറിയാം. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ കണ്ടാൽ അമ്മ തോന്നുക അങ്ങനെ ചെയ്യണമെന്നേ. കാരണം അത്രയ്ക്ക് ഗ്രഹിച്ചിട്ടില്ലേ. അപ്പോ നാരായണനെ കണ്ടതോടുകൂടി കയ്യങ്ങട്ട് ശിരോവരി കൊണ്ടുപോയി എന്ന് മാത്രല്ല, നാരായണനെ ഞാൻ അവിടെ കാണുന്നുണ്ട്. മണിസ്ഥൂണാം സമീപസ്ഥാം എന്നൊക്കെ പറഞ്ഞില്ലേ. കേട്ടപ്പോ ഹിരണ്യകശിപുവിന്റെ അവസ്ഥ എന്താ? അദ്ദേഹം വാളൊക്കെ കൈ പിടിച്ചിട്ടുള്ള നിൽക്കണേ. പിന്നെ നാരായണൻ നിന്റെ ഉള്ളിലുണ്ടോ പറയണല്ലേ. നോക്കുമ്പോ എന്താ? മണിസ്ഥൂണാം തൂണ അവിടെ കാണുന്നേ. എവിടെ നാരായണൻ? എവിടെ? തൂണിന്റെ കാണുന്നു. ഞാൻ കാണുന്നുണ്ട്. നീ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് കാണില്ലല്ലോ. ആസുരീം ബുദ്ധിം വിഹായ ആസുരിയായി ബുദ്ധി കളഞ്ഞു നോക്കൂ, അപ്പൊ കാണാൻ പറ്റും. ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല. നാരായണൻ തന്നെ ഉള്ളൂ വിചാരിച്ചു നോക്കൂ. അങ്ങനെ നോക്കാൻ പറ്റില്ല. പിന്നെ നാരായണന്റെ ശക്തി ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വരട്ടെ, തെളിഞ്ഞ് കാണട്ടെ. അങ്ങനെ കാണില്ല. അതിന്റെ ഉള്ളിലേക്ക് നോക്കണം. ഉള്ളിലേക്ക് നോക്കിയാലേ കാണുള്ളൂ. അതിന്റെ ഉള്ളിലേക്ക് നോക്കണോ ഹരിയെ കാണാൻ? അപ്പൊ ഹരി ഉള്ളിലാണോ ഇരിക്കണത്? ഈ തൂണിന്റെ ഉള്ളിലായിരിക്കണേ. എന്നെ പേടിച്ച് ഉള്ളിൽ കയറിയില്ല. അവൻ മായാവിയായോണ്ട് നീ നോക്കുമ്പോ കാണുന്നുണ്ട്. അവൻ എന്നെ പേടിച്ചിട്ടാണ് അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണല്ലേ. എന്നാ ഞാൻ ശരിയാക്കണ്ട അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രല്ല, മണിസ്ഥൂണം സമീപസ്ഥാം ദൃഢമുഷ്ടിനാ അഭിജഘാന. ഈ തൂണിന്റെ ഉള്ളിൽ നിന്നാ കൊള്ളരുതാത്ത പുറത്തേക്ക് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? തൂണങ്ങോട്ട് തകർക്കണം. അല്ലേ? അതിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കല്ലേ. ഇനി അവൻ അധികകാലം അതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പാടില്ല. അതിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. ശരിയാക്കണ്ടോ? എടാ കൊള്ളരുതാത്തോടെ നാരായണ പുറത്തേക്ക് വാ. ഇങ്ങോട്ട് പുറത്തേക്ക് വാ. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് വാ. എന്നെ പോലെ ഇത്രയും ബലവാനായിരിക്കുന്ന 3 ലോകങ്ങളെ രക്ഷിക്കണ എന്നെ പേടിച്ച് നീ എന്റെ ഉള്ളിൽ പോയി ഇരിക്കുകയാണല്ലേ. നേരെയാക്കാം. വാളങ്ങോട്ട് വീശി പൊക്കിയപ്പോഴാ വാള് പൊക്കിയ നാരായണൻ എന്താ വിചാരിക്കുക? എന്റെ കയ്യിന് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് വാളെടുത്തതെന്നല്ലേ വിചാരിക്കുക? അങ്ങനെയല്ല, കയ്യിനാണ് ശക്തി. ഇപ്പൊ ശക്തി നന്നായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യായി. കയ്യിന് ശക്തി നേരെയാക്കണ്ട. എന്റെ കൈകൊണ്ട് പ്രഹരിച്ചാൽ സിദ്ധി കൂടാനുള്ള അത്രേ ഉള്ളൂ നാരായണന്റെ ശക്തി. നേരെയാക്കാം. ഈ വാളെന്ത് ചെയ്തു? വാളുകൊണ്ട് വേണ്ട. ഈ വാളിന്റെ കാലം കഴിഞ്ഞു. ഈ കയ്യിനാണ് കാലം. വാളങ്ങോട് വെച്ചു. വാള് വെച്ചു എന്ന് മാത്രല്ല, കയ്യങ്ങോട് ചുരുക്കി. ദൃഢമുഷ്ടി. ദൃഢമുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? 5 അങ്കുലികളും മടക്കണേനാണ് മുഷ്ടി എന്ന് പറയുക. 5 അങ്കുലിയും മടക്കിയ മുഷ്ടി. അപ്പൊ ഈ മുഷ്ടി വെറുതെ ഇങ്ങനെ കാണിക്കാനല്ല. എല്ലാവരും മുഷ്ടി ഇങ്ങനെ കാണിക്കലേ ഉള്ളൂ. ഇങ്ങനെ കാണിച്ചല്ല ഈ എന്നാണ് അവരുടെ വിചാരം. ഈ പുറത്ത് ഇങ്ങനെ കാണിച്ചോണ്ടായില്ല. ഇനി മുഷ്ടി
ഇടിക്കാൻ വേണ്ടിയിട്ടാണ് മുഷ്ടി അല്ലേ? അപ്പൊ ഇടിക്കണമെങ്കിൽ മുഷ്ടി വെറുതെ അങ്ങനെ ചുരുക്കിയാൽ പോരാ, ദൃഢമുഷ്ടിനെ മുറുക്കി പിടിക്കണം. മുറുക്കി പിടിച്ചില്ലെങ്കിൽ തന്റെ കയ്യിനാണ് അകത്ത് പിടിക്കുക. അപ്പൊ ആ മുറുക്കിയെ പിടിച്ചു എന്ന് മാത്രല്ല, ചാടി അങ്ങോട്ട് ചെന്നിട്ട് മണിസ്ഥൂണാം സമീപസ്ഥാം ദൃഢമുഷ്ടിന അഭിജഘാന, ചാടി പിടിച്ചതു എന്ന് മാത്രല്ല വിദ്യം പിടിച്ചു. പിടിച്ചപ്പോ അഭിജഘാന തകർപ്പു. അഭിജഘാന തൂണിനെ ഇല്ലാണ്ടാക്കി തവിട്ട് പൊടിയാക്കി. അദ്ദേഹം അത്ര ശക്തിയിലെ കോപം നിർമ്മിച്ചെടുക്കാൻ അത്രയും കോപിഷ്ടരായിരുന്നേ. കൊള്ളരുതാത്ത നാരായണൻ എന്നെ പേടിച്ച് നിന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കണൂലേ, പുറത്തേക്ക് ധൈര്യം ഉണ്ടെങ്കിലും കോപം, നാരായണനോടുള്ള കോപം, ആ ദ്വേഷം, വിദ്വേഷം ഇതെങ്ങനെയാണ് ഞാൻ ഗ്രഹിച്ചപ്പോ ഭഗവാൻ പറഞ്ഞത്. ഈ വിദ്വേഷം, ആ വിദ്വേഷത്തിന്റെ പരമകാഷ്ഠയിലെത്തിക്കൂ. അങ്ങനെ അതോടുകൂടി ഹരിച്ചു സ്തംഭം കൊടുപ്പളർന്ന രണ്ട് കഷ്ണായിട്ട് കൂടി. ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നാണെങ്കിൽ അത്യത്ഭുതമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചത്. എന്തുണ്ടായി? അതിനും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. എന്തുണ്ടായി എന്നാണെങ്കിൽ കാവൽ കൽപ്പാന്തകാലോദ്ധിത കോപി ബ്രഹ്മാണ്ഡഭേദി കിമപി വിപുലീഭാവയൻ സ്തംഭാസ്മാദുദസ്ഥാൽ സമമുദിതദിൽ കോടിവക്താടി രാക്ഷ തേജപുഞ്ചശ്ചിൽ ഛടിതി കിമപി സത്വം തത്ര വിരാസിൽ കിമപി അട്ടഹാസ സമുദിത. ആ സ്തംഭത്തിന്റെ ഒരു അട്ടഹാസം, ആ അട്ടഹാസം സമം ഉദ്ധിതം പ്രഹരിച്ചപ്പോ മുറ്റേണ്ട് ചുരുട്ടി സ്തംഭത്തിന് നിത്യം പിടിച്ച് സ്തംഭത്തിന് പൊളിഞ്ഞല്ലോ. ആ പൊളിഞ്ഞ സമയത്ത് അട്ടഹാസം കേട്ടു. അട്ടഹാസം എന്ന് പറഞ്ഞാൽ എന്താ? തടുക്കാൻ പറ്റാത്ത ശബ്ദത്തിനാണ് അട്ടഹാസം എന്ന് പറയാ. ഹാസം, ഹാസം, ഹാസം എന്ന് പറഞ്ഞാൽ ചിരിക്ക. ഹാസം എന്ന് പറഞ്ഞാൽ ചിരിക്കലേ കേട്ടു. പലതരത്തിലുള്ള ചിരികൾ, ചിരിയല്ല, പല ചിരികളുണ്ട്. ചിരികൾ തന്നെ പലതരത്തില. ആ ചിരികളിൽ വെച്ച് ഏറ്റവും പരമകാഠേലുള്ള ചിരിയാണ് അട്ടഹാസം അർത്ഥം. കാരണം എന്താ? ആ ശബ്ദത്തിന്റെ ശക്തിയാണ് ചിരിയും കൂടെ പറയുന്നത്. അട്ടഹാസ, അങ്ങനെ ഒരു അട്ടഹാസം അവിടെ കേട്ടു. ആദ്യം കേട്ടത് എന്താ? ശബ്ദമാണ് കേട്ടത്. ഒരു ശബ്ദം കേൾക്കാൻ എന്തായാലും ഏത് കാര്യവും ശബ്ദമാണ് ആദ്യം അല്ലേ? ഏത് പ്രയോഗമായിക്കോട്ടെ ശബ്ദമാണ് ആദ്യം. പല പ്രയോഗമായിക്കോട്ടെ ശബ്ദം പുറപ്പെട്ടാലേ ശ്രദ്ധ കിട്ടും. അതുകൊണ്ടാണ് ശബ്ദം പ്രവർത്തിക്കുന്നത്. ശ്രദ്ധ ഉണ്ടാവണം. ഓഹോ, ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആദ്യം ശബ്ദം പോകുന്നു. ശബ്ദം പുറപ്പെട്ടപ്പോ എല്ലാവരും നമുക്ക് നോക്കി, ശബ്ദം കേൾക്കുന്നത് ചെറിയ ശബ്ദമല്ലേ, ഒന്നിങ്ങനെ കേട്ടു. അതോടുകൂടി എല്ലാവരുടെയും ശ്രദ്ധ പോയി. അങ്ങനെയുള്ള ശബ്ദം അങ്ങനെയാണോ ശബ്ദത്തിന്റെ അവസ്ഥ? അങ്ങനെയല്ല. ഈ ശബ്ദം എത്രത്തോളം ഉണ്ട്, ശബ്ദത്തിന്റെ മഹാത്മ്യം എത്രയുണ്ട്, അതിന്റെ ഘനം എത്രയുണ്ട് എന്നാണെങ്കിൽ വിധിയെ വിധുരീഭാവനായിട്ടുള്ള അട്ടഹാസാണ്. വിധി എന്ന് പറഞ്ഞാൽ ലോകസൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിന്റെ വിധുരീഭാവത്തെ ഉണ്ടാക്കുന്ന അട്ടഹാസാണ്. വിധുരീഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മാവിന്റെ ചേതനയെ നശിപ്പിക്കാൻ പാകത്തിനുള്ള ശബ്ദം. ചേതന പറഞ്ഞ ബോധം. ആ ബോധം ഉണ്ടല്ലോ, ആ ബോധം ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് മോഹാലസ്യം ഉണ്ടാവുക. ചേതന നഷ്ടപ്പെടുകയാണ് മോഹാലസ്യം ഉണ്ടാവുക. ബ്രഹ്മാവിന് പോലും മോഹാലസ്യം ഉണ്ടാവാൻ പാകത്തിനുള്ള ശബ്ദം. ബ്രഹ്മാവിന് മോഹാലസ്യം ഉണ്ടാവുമ്പോഴത്തേക്ക് ബ്രഹ്മാവോടെ മോഹാലസ്യം ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഉള്ളവർക്കല്ലേ ഇവിടുത്തെ ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ. അവിടെ വേറെ എവിടെയെങ്കിലും പോയിരിക്കുന്നവർക്ക് ഇവിടുത്തെ ശബ്ദം കേൾക്കാൻ പറ്റും. നിങ്ങളുടെ സംവിധാനം വേണ്ടതെന്നും അതെന്തായാലും വേണ്ടാത്തോണ്ടാണ് ആ സംവിധാനം ചെയ്യാൻ കഴിയും. പഠിക്കുന്നവർ മാത്രം കേട്ടാൽ മതി.
പുറത്തേക്ക് അധികം കേൾക്കണ്ട, കേൾക്കണം കൂടുതലായിട്ട് പ്രയോഗം തോന്നിട്ടിരിക്കുക പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളത് ഐഡിയ അതുകൊണ്ടാണ്. അപ്പോ ശബ്ദം ഇവിടെ ഉള്ളവർ കേൾക്കണം. ബ്രഹ്മം ഇവിടെ വന്നിട്ടുണ്ടാവും ഇല്ലേ? ആദ്യം വന്നിരിക്കുക ബ്രഹ്മാവ് ബ്രഹ്മോ ഇപ്പൊ സംഭവിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ബ്രഹ്മവാദ്യം വന്ന ഞാൻ തന്നെ ആദ്യം വന്നിരിക്കാൻ ബ്രഹ്മാവും വേഗം ഇവിടെ വന്ന് ഹിരണ്യകശിപുവിന്റെ സഭയിൽ വന്നിരുന്നു. ഇതൊക്കെ കാണണ്ടേ? എന്താണ്ടാവാൻ പറയുന്നത്? ബ്രഹ്മാവിന് ഏകദേശം മനസ്സിലായിട്ട് എന്തൊക്കെയോ നടക്കാൻ പോവുകയാണ്. എന്താണ് മാത്രം മനസ്സിലായില്ല. ഇപ്പൊ ബ്രഹ്മാവ് ഇവിടെ വന്നിരുന്നുണ്ടാവും. അങ്ങനെയാണോ? ഇവിടെ ഇന്നുകൊണ്ട് ബ്രഹ്മാവി ശബ്ദം കേട്ടു. അങ്ങനെയാണോ? ഒന്നുമല്ല. ബ്രഹ്മാവ് എവിടെ പോയില്ല. അദ്ദേഹം എവിടെയാ? അദ്ദേഹത്തിന്റെ ലോകത്ത്, സത്യലോകത്ത്. ഏറ്റവും ഉയരമുള്ള സത്യലോകി വിഷ്ണുവിനേക്കാളും പോണ അദ്ദേഹത്തിന്റെ നാഭീന്ന് പുറപ്പെട്ടിട്ടാണല്ലോ. അപ്പോ അത്ര ഉയരത്തിലുള്ളതാണ് ബ്രഹ്മം. അപ്പോ ആ ബ്രഹ്മാവിന്റെ അത്ര ഉയരത്തിന് സത്യലോകം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വരെ ഈ ശബ്ദം ചെന്നു. അത്രയും ശബ്ദം ചെയ്യും. അത്രയും ശബ്ദം ഉണ്ടാവണമെങ്കിൽ ശബ്ദത്തിന് എത്ര ശക്തി ഉണ്ടാവണം? ബ്രഹ്മാണ്ഡഭേദി. ബ്രഹ്മാണ്ഡഭേദിയാണ് ശബ്ദം. ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുവനും ഭേദിക്കാൻ കഴിവുള്ളതാണ് ബ്രഹ്മാണ്ഡം. ബ്രഹ്മാണ്ഡം എന്താ? ബ്രഹ്മാവ് സൃഷ്ടിച്ചത് മുഴുവനും. ഈ ലോകം എങ്ങനെയാ പറയുന്നത്? ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. അപ്പോ ബ്രഹ്മസൃഷ്ടിയിൽ എവിടൊക്കെ ഉണ്ടോ അവിടെ മുഴുവൻ ഈ ശബ്ദം വ്യാപിച്ചു. അങ്ങനെ ശബ്ദം വ്യാപിച്ച സമയത്തേക്ക് ആ ശബ്ദം ബ്രഹ്മലോകത്തും എത്തി, സത്യലോകത്തും എത്തി. ബ്രഹ്മാവ് തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം. എന്താണ് എന്താ എന്താ എന്താണ് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ചെവിയിൽ വന്നങ്ങോട്ട് തറക്കിയ ശബ്ദം. ആ ഒരു തറക്കണോടുകൂടി എന്ത് സംഭവിക്കുന്നു? ചില ശബ്ദങ്ങളൊക്കെ അത് കേട്ടാണ് ചെവിയിൽ വന്നങ്ങോട്ട് അലച്ചു കഴിഞ്ഞാൽ ആ കാട്ടിയുടെ ബോധം കൊണ്ടുവരിക അല്ലേ? അങ്ങനത്തെ വലിയ വലിയ ശബ്ദങ്ങളൊക്കെ പ്രയോഗമുള്ള സ്ഥലമാണ്. ഗംഭീരമായിട്ടുള്ള ശബ്ദങ്ങളാണ്. ചിലതൊക്കെ കേട്ടാൽ ചിലരുടെ ഗർഭം പോകാനൊക്കെ ശബ്ദങ്ങൾ അങ്ങനത്തെ ശബ്ദം പുറപ്പെടുന്ന കേൾക്കുന്നത്. ഇവിടെ ഗർഭം പോവല്ല, ആ ആൾക്ക് തന്നെ ബോധം ചെയ്യണ്ടാവുക. അങ്ങനത്തെ ഒരു ശബ്ദം. അപ്പോ ശബ്ദം ഉണ്ടായത് ഹിരണ്യകശിപുവിന്റെ സഭയിലാണെന്നുണ്ടെങ്കിലും ശബ്ദം വ്യാപിച്ചത് അവിടേക്കാ ബ്രഹ്മാണ്ഡഭേദി. ആ ബ്രഹ്മാവിരിക്കുന്ന സത്യലോകം വരെ ശബ്ദങ്ങൾ ചെന്നു. അവിടെ ചെന്നപ്പോ ബ്രഹ്മാവിന് ശബ്ദം കേട്ട് മോഹാലസ്യണ്ടായി. ആണെങ്കിൽ ഏകദേശം ഒന്ന് മനസ്സിലാക്കണ്ടേ ഈ ശബ്ദത്തിന്റെ ഗുണം എത്രയുണ്ട്, ഘന എത്രയുണ്ട് എന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കണ്ടേ? അല്ലാതെ പറ്റിയല്ലോ. അത്രയ്ക്ക് ഉണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോ സാധാരണ മനുഷ്യന്മാരായ നമ്മൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അനതിസാധാരണമായിരിക്കുന്ന ഒരു വസ്തു ഇപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഉപായം. അതിനെന്താ ഒരു പ്രയോഗം? അതിനെ ഉപമിക്കണമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പോലെയാണ് ഉപമിക്കുമ്പോ വാക്കുകളെ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റാത്തത് ഇത്രത്തോളെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉപമിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഏകദേശം എങ്ങനെയാണ് എന്ന് ഉപമിച്ചാൽ ഈ ശബ്ദത്തിന്റെ ഘനം എത്രയാണ്, ഗാംഭീര്യം എത്രയാണ് എന്ന് മനസ്സിലാവും അല്ലേ? അപ്പൊ അങ്ങനെ ഉപമിക്കണമെങ്കിൽ എന്ത് വേണം? എപ്രകാരം പറയാ? ഇപ്രകാരമാണ് എന്ന് പറയാം. എന്നാ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് അത് അപ്രകാരമാണ് എന്ന് വിചാരിച്ചാൽ അത് അപ്രകാരം മുഴുവൻ ആയിക്കൊള്ളണം എന്നില്ല. ഇപ്രകാരം കാരണം എന്താ? ഇപ്രകാരം പറയാൻ തന്നെ വല്ലാണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ അപ്രകാരമാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ എന്തിനാ ഇപ്രകാരം പുറപ്പെട്ടേച്ച്? എപ്രകാരെങ്കിലും വേണ്ടേച്ചൊക്കെ പുറപ്പെട്ടത്, അല്ലെങ്കിൽ ആരും പുറപ്പെട്ടില്ല. കാരണം ഇത് ആർക്കും വേണ്ടാണ്ടായിട്ട് അത് കിട്ടി. അതുകൊണ്ട് ഇപ്രകാരം ആയിക്കോട്ടെ. അതുകൊണ്ട് ഞാൻ അപ്രകാരം ഉണ്ടായി എന്നത് പറയാൻ പുറപ്പെടുക. ശബ്ദം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ കൽപ്പാന്തകാലോത്ഥിത നിബിഡഘന എങ്ങനെയാണെങ്കിൽ കൽപ്പാന്തകാലത്തിങ്കൽ ഉദ്ധിതങ്ങളായിരിക്കുന്ന നിബിഡഘനപുരാതങ്ങളുടെ ഘോരമായിരിക്കുന്ന ശബ്ദത്തിന് തുല്യമായിരിക്കുന്ന ശബ്ദത്തോടു കൂടിയതാണ് ഈ ശബ്ദം. മനസ്സിലായില്ലോ? എത്രയുണ്ടെന്ന് ആലോചിക്കില്ല. ഏകദേശം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളെന്ന് എനിക്കറിയാം. അപ്രകാരം ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കി. കൽപ്പാന്തകാലത്തിങ്കൽ ഉദ്ധിതങ്ങളായിരിക്കുന്നു നിബിഡഘനപ്രാതം. നിബിഡഘനപ്രാതം എന്ന് പറഞ്ഞാൽ നിബിഡങ്ങളായിരിക്കുന്ന ഘനങ്ങളുടെ പ്രാതം. പ്രാതം എന്ന് പറഞ്ഞാൽ കൂട്ടം. എന്തിന്റെ കൂട്ടം? ഘനങ്ങളുടെ കൂട്ടം. ഘനങ്ങള് പറഞ്ഞ മേഘങ്ങൾ. എങ്ങനെയുള്ള മേഘ? നിബിഡഘനം. നിബിഡങ്ങളായിരിക്കുന്ന ഘനം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ? ആ മേഘങ്ങൾക്ക് മേഘങ്ങൾ ഇങ്ങനെ ചേർന്ന് 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 വരുന്നതിനാണ് നിബിഡം എന്ന് പറയാ. അങ്ങനെ തിങ്ങി ഞെരങ്ങി ഇങ്ങനെ
നിബിഡം എന്ന് പറയും. അങ്ങനെ തൊടയോട് തൊട ചേർന്ന് തോളോട് തോള് ചേർന്ന് തലയോട് തല ചേർന്ന് അങ്ങനെ ഇരിക്കുന്നതിനാണ് നിബിഡം നിബിഡം എന്ന് പറയുക. അങ്ങനെ ഇരുന്ന് കേട്ടൊരു കാലം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ട് ഇപ്പൊ ചെയ്യാതെ നിബിഡായിട്ട് ഇരുന്നിട്ടേ വലിയ ഉണ്ടാവൂല. അപ്പോ ആ നിബിഡമായിരിക്കുന്ന ഇരിപ്പുണ്ട് ആരുടെ മേഘങ്ങളുടെ. അതെപ്പോഴാണ് ഉണ്ടാവുക? മഴ പെയ്യാൻ നേരത്താണ്. വർഷക്കാലത്തെ മേഘങ്ങളെയാണ് നിബിഡഘനങ്ങൾ. എന്തായാലും കാരണം ഭൂമിയിൽ നിന്നുള്ള ജലത്തെ ആവാഹിച്ച് അത് മുകളിൽ കൊണ്ടുപോയി ആ ജലത്തോടു കൂടി ചേർന്നിരിക്കുന്ന മേഘങ്ങൾ ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ വന്ന് ഏത് പ്രദേശത്താണോ വർഷിക്കേണ്ടത് ആ പ്രദേശത്ത് അങ്ങോട്ട് വന്നു ചേരും. അങ്ങനെ വന്നു ചേർന്നത് ഒരുമിച്ച് 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 അങ്ങോട്ട് മുകളിലേക്ക് നോക്കിയാൽ അർദ്ധരാത്രിയായ പോലെ. ഇത് ഏത് കാലത്താ? കൽപ്പാന്തകാലത്തിങ്കലാണ്. കൽപ്പാന്തകാലം എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കാൻ പോവുകയാണ് ഉള്ളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്രകാരം പറഞ്ഞത് അപ്രകാരമാണ് ചിന്തിക്കരുത്. ലോകാവസാനം കണ്ടെത്തിയല്ലോ. അപ്പൊ ലോകാവസാന കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന മഹാന്മാര് ചിന്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ ലോകം അവസാനിക്കുമ്പോ ഒരു ഭാഗത്ത് വെള്ളമാണ് പൊന്തി വരുന്നത്. അങ്ങനെ വെള്ളം പൊന്തി വരണമെങ്കിൽ എന്ത് വേണം? അത്രയും മഴ പെയ്യണം. അപ്പൊ മഴ പെയ്യണമെങ്കിൽ അനവധി ഇങ്ങനെ വർഷിക്കാൻ യോഗ്യങ്ങളായിരിക്കുന്ന മേഘങ്ങൾ ഒരുമിച്ച് തടിച്ചു കൂടി ഇരുണ്ടിക്കണം. അങ്ങനെ ഇരുണ്ടിയിരിക്കുമ്പോ എന്ത് സംഭവിക്കും? ഇത്രയും ശക്തിയായിട്ടുള്ള മേഘങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ചേർന്നാൽ നിർഘാതം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മേഘങ്ങളുടെ സംഘർഷം കാരണം വായുവിന് ശക്തി കൂടി ആ വായുവിൽ നിന്നൊരു ശബ്ദം കിട്ടും. ഈ ശബ്ദം വായുവിന്റെ കമ്പനം കൊണ്ടും തള്ളൽ കൊണ്ടും ശബ്ദം ഭൂമിയിലെത്തും. ഈ ശബ്ദത്തിന്റെ പേരാണ് ഇടിമുഴക്കം. അതാണ് നിർഘാതം. അപ്പോ ആലോചിക്കുക. അവസാനകാല ലോകം ഇപ്പൊ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഇടിമുഴക്കം കേൾക്കാം. അവിടെ ഇടിമുഴക്കുണ്ടായി. ഇപ്പൊ ചിലത് ഇടി കൂടെ ഉണ്ടായി. ഇടിമുഴക്കം ഇടിവെക്കല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടാവണം. ഇതൊന്നല്ല, ലോകം മുഴുവൻ അവസാനിക്കാൻ പോകുന്ന കാലത്ത് സംഭവിക്കണ കാര്യം. അപ്രകാരം അതിശക്തമായിരിക്കുന്ന ഇടിമുഴക്കം എപ്രകാരമാണോ അപ്രകാരമാണ് ഈ ശബ്ദം. അത് ആലോചിക്കുക. അത്രയും പറയാൻ പറ്റും. ആ ശബ്ദമാണ് ബ്രഹ്മാണ്ഡഭേദി. ഭൂമിയല്ല, സ്വർഗല്ല, സൂര്യലോകല്ല, മറ്റു ഗ്രഹങ്ങളുടെ ലോകമല്ല, വിഷ്ണു ലോകമല്ല, സത്യലോകം. അത്രയും കടന്ന അവിടെ വരെ. ഇതാണ് ബ്രഹ്മാണ്ഡം മുഴുവനും പ്രകമ്പനം കൊണ്ടു എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കൂടി ഇങ്ങോട്ട് ഇളകിയ ശബ്ദം. അത്രത്തോളം ശബ്ദമാണ് ഈ തൂണങ്ങട് പടർന്ന സമയത്ത് അങ്ങോട്ട് കേൾക്കാൻ സാധിച്ചത്. അപ്പൊ ആദ്യം ശബ്ദം. അത് കഴിഞ്ഞാലോ സാധാരണ എങ്ങനെയാണ്? ശബ്ദം വരും, തൊട്ടു പിന്നാലെ തന്നെ പ്രകാശം വരും അല്ലെ? തേജസ്സിന്റെ പുഞ്ചം. പുഞ്ചം എന്ന് പറഞ്ഞാൽ കൂട്ടം. തേജസ് അതിശക്തമായിട്ട്. തേജസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രകാശം. ആ പ്രകാശത്തിന്റെ കൂട്ടം ഒരുമിച്ചുണ്ട് പോകും. അതാണ് പിന്നെ ശബ്ദം വന്നു, പിന്നാലെ പ്രകാശം വന്നു. ആ പ്രകാശം വന്നപ്പോഴോ ശബ്ദത്തിന്റെ അത്ര ഒന്നും ഞാൻ ചില സമയത്ത് ശബ്ദം അങ്ങനെ ഉണ്ടാവും. പ്രകാശത്തിൽ തോന്നാത്തിയ പ്രകാശമാണ് ആദ്യം കാണാറ്. ഇവിടെ അങ്ങനെയല്ല, ശബ്ദമാണ് ആദ്യം വന്നത്, പിന്നാലെ പ്രകാശം ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ശ്രദ്ധിക്കണം. ശബ്ദം ആദ്യം വന്ന് പ്രകാശം പിന്നാലെ വന്നാലാണ് അപകടം എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോ ആ പ്രകാശത്തിന് എത്ര ശക്തി ഉണ്ട് എന്നാണെങ്കിൽ സമമുദിത തടിൽ കോടി വത്താടിദാക്ഷ തേജപുഞ്ചശ്ച. സമമുദിത തടിൽ കോടി വത്താടിദാക്ഷമായിരിക്കുന്ന പ്രകാശം. സമമുദിത ഒരുമിച്ചല്ല, ശബ്ദം അതിന്റെ ഒപ്പം തന്നെ സമമുദിതം. ശബ്ദം പറയുമ്പോൾ ഒരുമിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശബ്ദം ആദ്യം പറഞ്ഞത്, പ്രകാശം പിന്നാലെ പറയുന്നത്. അത്രേ ഉള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് പറയാം. പക്ഷെ പ്രവൃത്തിയിൽ എന്താണ്ടായ, കാഴ്ചയിൽ എന്താണ്ടായ? ശബ്ദം കേൾവിയും കാഴ്ചയും ഒരുമിച്ചാണ്ടായത്. സമമുദിത തടിൽ കോടി വത്താടിദാക്ഷ. ആ കോടിവത്തായിരിക്കുന്ന പ്രകാശ ഈ മേഘത്തിന് അതിഗംഭീരമായിട്ട് ഇങ്ങനെ ചേരുമ്പോ ശബ്ദം ഉണ്ടാവണതിന്റെ കൂടെ മേഘത്തിങ്കൽ നിന്ന് വിദ്യുത്ത് പുറത്തേക്ക്. വിദ്യുത്ത് എന്നാണ് പറയുന്നത്. ആ വിദ്യുത്ത് എങ്ങനെ? കോടിക്കണക്കിന് പ്രകാശത്തോട് കൂടിയിട്ടാണ്. ആ പ്രകാശം കണ്ണിൽ വന്നിട്ട് കണ്ണിലങ്ങോട്ട് അടിക്കുക.
കണ്ണടിച്ചിട്ട് പൊട്ടിക്കാൻ തുടങ്ങി. കുറിച്ചുപോയി കണ്ണടിച്ചിട്ട് പൊട്ടിക്കുക. ആ പ്രകാശം ഇട്ട് വന്ന് കണ്ണിനാണ്ട് കൊണ്ടാ കണ്ണങ്ങോട്ട് പൊട്ടും. കണ്ണു പൊട്ടി എന്താണ്ടാവുക? അന്ധത ഉണ്ടാവും. പിന്നെ കാണാൻ പറ്റില്ല, കാണാൻ ഒന്നും കാണില്ല. അതുപോലെ ആ പ്രകാശം ഇട്ട് വന്ന് കണ്ണിനങ്ങോട്ട് തട്ടിയോടുകൂടി കുറെ നേരത്തേക്ക് കണ്ണിന്റെ ഗ്രാഹ്യശക്തി ഇല്ലാണ്ടായി. ഗ്രഹണശക്തി ഇല്ല. കണ്ണിന്റെ ഗുണം എന്താ? കാണാൻ, എല്ലാം കാണാൻ, കണ്ടു മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് കണ്ടത്. ആ കണ്ടു മനസ്സിലാക്കാനുള്ള ശക്തി അതോടുകൂടി ആദ്യം ഗംഭീരമായിട്ടുള്ള ശബ്ദമായി, അതിന്റെ ശേഷം കണ്ണിന്റെ ഗ്രാഹ്യശക്തി നശിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു പ്രകാശത്തിന്റെ കൂട്ടം പുറത്തേക്ക് എന്നിട്ടോ പിന്നാലെ എന്തായ എന്താണ് ചടുതി പെട്ടെന്ന് തന്നെ കിമപി സത്വം, ഏതൊരു സത്വം. സത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ജന്തുവാണോ? ജന്തുവല്ല. പ്രാണിയാണോ? പ്രാണിയല്ല. കിമപി സത്വം, എന്തൊരു സാധനം എന്താണെന്ന് മനസ്സിലാവില്ല. കാരണം എന്താ? ഹിരണ്യകശിപുവിന്റെ കണ്ണിൽ വന്ന അജ്ഞക പ്രകാശിക്കും. ആ പ്രകാശം കണ്ണിൽ വന്നിട്ട് എന്താണ് ഹിരണ്യകശിപുവിന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഹിരണ്യകശിപുവിനല്ല മനസ്സിലായില്ല. അങ്ങനെ ഒരു എന്തോ ഒരു സത്വം ഈ തകർന്ന വീണ ഈ സ്തംഭത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ശബ്ദത്തായി പ്രകാശം, പ്രകാശത്തിന്റെ ഉള്ളിൽ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞ ആ രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ, എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും നോക്കുക. എന്ത് സാധന പുറത്തേക്ക് വരുന്നതിന് എന്ത് സത്വം അറിയില്ല. എന്തോ ഒരു സത്വം ഇങ്ങനെ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അങ്ങനെ സത്വല്ലേ എന്താ എന്താ എല്ലാവരും നോക്കിയിട്ട് അങ്ങനെ നോക്കുമ്പോ പതുക്കെ 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 സാവധാനം ഈ പ്രകാശം കുറച്ച് 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 വന്ന് കുറേശ്ശെ 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 ഇങ്ങനെ കേശാതിപാദം ഇങ്ങനെ കാണാറായി. എന്താ കാണാറായത്? എങ്ങനെയാ കാണാറായത് എന്നാണെങ്കിൽ ഘോരം നിരീക്ഷണമരം മൃഗന്ധരൂപം അത്യദ്ഭുതം ഘനവിമാനി സതാകലാപം ഉഗ്രജിക്വാലേയമാന പുതൃക്കയുഗോരുദം ആ രൂപമാണ് അവിടെ കാണുണ്ടായത്. ഘോരം നിരീക്ഷ്യ രൂപം, ഘോരം രൂപം നിരീക്ഷ്യ, ഘോരമായിരിക്കുന്ന രൂപം, അതിഘോരമായത്. കാരണം എന്താ? ഘോരം ഘോരം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരുടെയും മനസ്സിനെ പ്രകമ്പനം കൊള്ളിക്കുന്നതിനെയാണ് ഘോരം പറയുന്നത്. അതിഘോരമായത് മനസ്സിന്റെ ധൈര്യങ്ങൾ നഷ്ടപ്പെടുന്നത് അതിനാണ്. അതുപോലെയുള്ള രൂപമാണ് എന്താ? മൃഗം അങ്ങനെയാ നോക്കുമ്പോ ആദ്യം ഒരു മൃഗാണ്. ഒരു മൃഗാണ്. ഏത് മൃഗാണാവോ? അങ്ങനെ നോക്കി നോക്കി നിൽക്കുമ്പോ കുറേശ്ശെ 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 കിഴിപ്പോട്ട് 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 കാണാറുക. തലയുടെ കഴുത്തിന്റെ താഴേക്ക് വന്ന സമയത്ത് നരനാണോ? മനുഷ്യനാണോ? മനുഷ്യനാണ് വെച്ച് മുകളിലേക്ക് നോക്കുമ്പോ നരനല്ല, മൃഗാണ്. കാരണം എന്താ? മുഖത്ത് മൃഗത്തിന്റെ രൂപം. മൃഗം എന്ന് പറഞ്ഞാൽ എന്താ? മൃഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠൻ ആരാ? സിംഹം. സാധുവായിട്ടുള്ള മൃഗങ്ങളുണ്ട്, ശ്രേഷ്ഠനായിട്ട് ഘോരനായിട്ടുള്ള. അപ്പോ അതിഘോരനായിരിക്കുന്ന ആ സിംഹത്തിന്റെ രൂപമാണ് അവിടെ കാണുന്നത്. ഇത് മൃഗാണല്ലേ? മൃഗത്തിനെ എനിക്ക് പേടിക്കണ്ടല്ലോ, മൃഗത്തിനെ എനിക്ക് ഗ്രഹിക്കില്ലല്ലോ, മൃഗത്തിനെ എനിക്ക് ജയിക്കാലോ വെച്ചിട്ട് കീഴ്പ്പെട്ട് നോക്കുമ്പോ മൃഗം മൃഗല്ല. പിന്നെയോ നരനാ, മനുഷ്യനാ, നരനാണ്. നരനെ എനിക്ക് ഭയപ്പെടേണ്ട. ആയിരത്തിന് ഉള്ളക്ക് നോക്കുമ്പോ മൃഗം മൃഗം നരം മൃഗം രൂപം. ഇങ്ങനെയാ ഏതാണ് ഓർപ്പിക്കാൻ? മൃഗാണോ? മൃഗാണ്. അല്ലേ? അല്ല. നരനാണോ? ആണ്. അല്ലേ? അല്ല. അതാണ് മൃഗം നരം രൂപം. ഇങ്ങനെ രൂപം ഉണ്ടാവോ? അത്യത്ഭുതം. അത്ഭുതമായിട്ട് സാധിക്കില്ല. ആരെ കൊണ്ടാ സാധിക്കും ഇങ്ങനെ രൂപം സ്വീകരിക്കാൻ? ഇങ്ങനെ രൂപം തന്നെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നവരുടെ ഭാഗ്യാണ്. അത്യത്ഭുതം. അങ്ങനെയുള്ള ഭാഗ്യം സിദ്ധിച്ചൊക്കെ രൂപം കാണാൻ പറ്റുമോ? അല്ലേ? ശേഷമുള്ളവർക്ക് ഇങ്ങനെ പറയാനല്ലാതെ കൊണ്ട് കാണാൻ സാധിക്കില്ലല്ലോ. രൂപം മൃഗം ഇങ്ങനെയുള്ളതാണ് ഈ രൂപം കാണുന്നത്. എന്നാൽ ഈ രൂപത്തിന്റെ വലിപ്പത്തിലുണ്ട് ഘനവിമാടി സടാകലാപം. സടാകലാപം സിംഹാവുമ്പോ സടാകലാപം ഉണ്ടാവും. കലാപം നോക്ക കൂട്ടം. എന്തിന്റെ കൂട്ട? സടയുടെ കൂട്ടം. സടകൾ ഇങ്ങനെ ധാരാളം ഉണ്ടാവും. ആൺസിംഹത്തിന്റെ വിശേഷ ധാരാളം അനവധി സട ഇങ്ങനെ കിട്ടും.
ഈ സടകൾ എത്രയുണ്ട്? എങ്ങനെയാ സടകള് വർത്തിക്കുന്നത്? ഘനവിപാടി, ഘനങ്ങളോട് വിഭാടനം ചെയ്യ. ഘനങ്ങള് പറഞ്ഞ മേഘങ്ങൾ, മേഘങ്ങളോട് സ്പർദ്ധിക്കുകയാണ്, മത്സരിക്കുക. ഈ വലുതായിരിക്കുന്ന ഈ സടകളെ വിടർന്ന് അതിങ്ങനെ ശോഭിക്കുന്ന വീക്ഷണ സമയത്ത് മേഘങ്ങളെ തള്ളിയിരിക്കുക. മേഘങ്ങളെ തള്ളി നീക്കുമ്പോൾ മേഘങ്ങൾ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് പറഞ്ഞാൽ ആദ്യം തള്ളി നീക്കും. ഇപ്പുറത്തുള്ളവരും അപ്പുറത്തുള്ളവരും മുകളിലുള്ളവരും പിന്നിലും ഒക്കെ അങ്ങോട്ട് തള്ളി നീക്കുക. അതാണ് മേഘങ്ങളോട് മത്സരിക്കുകയാണോ എന്നാ തോന്നുന്നത്. കണ്ട മേഘങ്ങൾ അങ്ങോട്ട് വരുമ്പോ സടകളായി ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് നീക്കിയിട്ട് സട ഇങ്ങോട്ട് പോകുമ്പോ മേഘം ഇങ്ങോട്ട് വരും. ആദ്യം വന്നൂലേ, ആദ്യം ഇങ്ങോട്ട്. ഇങ്ങനെ നാല് ഭാഗത്ത് ആ സട ഇങ്ങനെ വികസിച്ച് ആകാശം നിറച്ച് മുകളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയാണ് മുകളിലേക്ക് നോക്കുന്നത്. അത്ര ഉയരത്തിലാണ് മേഘങ്ങൾ, അത്ര ഉയരത്തിലാണ് മുഖം കാണുന്നത്. പിന്നെയോ മൃഗങ്ങൾക്കുള്ളതാ മൃദുവായിരിക്കുന്ന സൃക്കയുഗങ്ങൾ. സൃക്കയുഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചുണ്ടുകളുടെ രണ്ടറ്റങ്ങൾ. ഇതിനെയാണ് സൃക്കം എന്നാണ് പറയാ. അതെങ്ങനെയുള്ളതാ? മൃദുക്കളായിട്ടുള്ള സൃക്കങ്ങൾ, വലുതായിരിക്കുന്നത്, മഠ വലുപ്പമുള്ളതാണ്, ചെറുതായിട്ടുള്ള സാധാരണ ഇത്രേ ഉള്ളൂ. ഇതെങ്ങനെയല്ല, മൃദുസൃക്കം, അതിഗംഭീരായിട്ടുള്ളത്. ആ സൃക്കങ്ങൾ ഇങ്ങനെ കാണാം. എങ്ങനെയാ കാണാൻ പറ്റുന്നേ? വായകൾ തുറന്നു പിടിക്കുക. യാഥാസ്യം, വ്യാപകമായിരിക്കുന്ന ആസ്യം. ആസ്യം എന്ന് പറഞ്ഞാൽ മുഖം, വായ വികസിച്ചിരിക്കുക. വ്യാപകമാണ് വികസിച്ചിരിക്കുന്നത്. അങ്ങനെ വികസിക്കുമ്പോ ഈ രണ്ടു ഭാഗങ്ങള്, ഈ ചുണ്ടിന്റെ രണ്ടറ്റങ്ങള് അതിങ്ങനെ പ്രകടമായിട്ട് കാണാം. അങ്ങനെ വായങ്ങൾ തുറന്ന ചുണ്ടങ്ങട് വലുതാക്കി ആ രണ്ടറ്റങ്ങൾ അങ്ങോട്ട് ഇതാക്കുന്ന സമയത്തിങ്കൽ വ്യാപാസ്യങ്ങള് ഈ വായ, വ്യാപാസ്യം എന്ന് പറഞ്ഞ വായ തുറന്നു പിടിക്കുക. ആ തുറന്നു പിടിച്ച വായ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ എന്താ തോന്നുക? ഒരു കന്ദരാണ് തോന്നുക. കന്ദരം എന്ന് പറഞ്ഞ ഗുഹ, ഒരു ഗുഹ ഇങ്ങനെ തുറന്നു നിൽക്കുകയാണോ എന്നാ നോക്കുക. നോക്കുമ്പോ മനസ്സിലാവുന്നത്. അത് മാത്രല്ലോ, അതിൽ നിന്ന് വിനിർഗതമായിരിക്കുന്ന ഉഗ്രജിഹ്വ, ഉഗ്രയായിരിക്കുന്ന ജിഹ്വ, അതിഘോരയായിരിക്കുന്ന ജിഹ്വ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. നാവ് ഇങ്ങനെ നീട്ടിയിട്ടുണ്ട്. കന്ദരത്തിങ്കൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നാവ് ഇങ്ങനെ വരിക. ഇത് കണ്ടാ തോന്നുക? മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലുതായിരിക്കുന്ന ഒരു പർവ്വതം, വലിയൊരു പർവ്വതം, ആകാശത്തോളം ഉയരുന്ന ആ മേഘങ്ങളെ സ്പർശിക്കുന്ന വലിയൊരു പർവ്വതം. ഈ പർവ്വതത്തിന്റെ തുമ്പത്ത് ഒരു വലിയൊരു ഗുഹ. ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഒരു പെരുമ്പാമ്പ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണോ എന്നാ തോന്നില്ല. ഇത് നാവ് നീട്ടിക്കണം കണ്ട. എന്നിട്ട് എന്ത് ചെയ്യണോ? ആ നാവോണ്ട് എന്താ ചെയ്യണത് എന്നാണെങ്കിൽ ഉഗ്രജിഹ്വ ലേലിഹ്യമാന ആ രണ്ടറ്റങ്ങളും സൃക്കങ്ങള്, ഈ രണ്ടറ്റങ്ങളാണല്ലോ. ഈ രണ്ടറ്റങ്ങളും ലേഹനം ചെയ്യുന്നത് നാവുകൊണ്ട് നക്കുണ്ട്. മൃഗങ്ങളുടെ ഒരു സ്വഭാവം. ആ രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ നാവുകൊണ്ട് നക്കും. എന്താ നക്കണത്? എന്താ? കഴിക്കാനുള്ള മോഹം കൊണ്ടാണ്. ഉള്ളിലേക്ക് ചെല്ലാൻ, ഭക്ഷണം കഴിക്കാറായില്ലോ അല്ലേ, എന്റെ സമയതുകൊണ്ടാണ്. അതിങ്ങനെ ഉള്ളിലേക്ക് ആക്കാൻ മോഹമാകുമ്പോഴാണ് അവര് ചുണ്ടിന്റെ രണ്ടറ്റങ്ങളും ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്ന കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴാ എല്ലാവരും ചെയ്യും. കാരണം എന്താ? ഇവിടെ എന്താ ദാഹപരം? കാരണം ഇതാണെങ്കിൽ ഇവന്റെ ചോര കുടിക്കണം എന്നുള്ള ദാഹ, ഈ അസുരന്റെ ചോര കുടിക്കണം. അങ്ങനെ ആ മോഹം കാരണം എന്ത് സംഭവിച്ചു? രണ്ട് ദംഷ്ട്രങ്ങൾ ഇങ്ങനെ പുറത്ത്. എങ്ങനെയുള്ളതാ? ഉരുക്കളാണ്. വളരെ തടിച്ചുരുണ്ട് നീണ്ടിട്ടുള്ള ദംഷ്ട്രങ്ങളാണ്. ആ രണ്ട് ദംഷ്ട്രങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് കാണിച്ച് ഇതായിരിക്കുന്ന രൂപത്തോടുകൂടി നരനുമല്ല, സിംഹമല്ല, മൃഗമല്ല എന്നുള്ളതിരുന്നാൽ നരനാണേനും സിംഹാണേനും ഇങ്ങനെയുള്ള രൂപത്തോടുകൂടി അദ്ദേഹം പുറത്തേക്കൊക്കെ ചാടിയെങ്കിൽ വന്നു. ചാടി വന്നു മാത്രല്ല, ഖേലൻ കഞ്ചനകാലം, കുറച്ചു നേരം ഈ ദേഹത്തെ കഞ്ചനകാലം കുറച്ചു നേരം ഖേലൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കളിക്കുന്നു? ഈ കളി എങ്ങനെയാ എന്നാണെങ്കിൽ ദൈത്യേന ആധുനോ അങ്ങനെയാണ് കളിക്കുന്നത്. ഓതു എന്ന് പറഞ്ഞാൽ പൂച്ച. പൂച്ച ആരുടെ കളിക്കുന്നത്? ആധുന. ആധു എന്ന് പറഞ്ഞാൽ
പോലെയാണ് തോന്നുന്നത്. എലിയോടുകൂടി പൂച്ച കളിക്കേ? പൂച്ച എലിയോടുകൂടി കളിക്കോ? എപ്പോഴാ കളിക്കുക? എന്താ പൂച്ചയുടെ ബദ്ധവൈകിയാണ് എലി. ആ എലിയെ എവിടെ വെച്ച് കണ്ടാലും പൂച്ച അപ്പ ചാടും. ചാടുന്നത് മാത്രമല്ല, ചാടി കഴിഞ്ഞാൽ അപ്പ ആ രണ്ട് മുൻകാലോട്ട് പൂച്ച ചെയ്യും എലിയുടെ കഴുത്തിലേക്ക് കയറി. കഴുത്തിയെ കയറി പിടിച്ചൊരു അമർത്തം കൂടെ അമർത്തിയിട്ടൊരു കടി കിട്ടും. അതോടുകൂടി എലിയുടെ ശക്തി മുഴുവൻ പൂച്ച അങ്ങനെയാ, കൊല്ലില്ല, പെട്ടെന്നൊന്നും കൊല്ലില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പകുതി ജീവനായിട്ട് കിടക്കണ ആക്കുണ്ടല്ലോ, ആക്കു പറഞ്ഞ ആ എലിയെ പൂച്ച എന്ത് ചെയ്യും? തട്ടുമ്പോ അതും കിട്ടും. ഇത് വീട് അവിടെ കിടക്കും. അവിടെ കിടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പൂച്ച ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാലോ പൂച്ചയ്ക്ക് തോന്നുന്നു ഇങ്ങോട്ട് തട്ടും, തെറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ ആ ആക്കുവിന്റെ വാലുമ്പോൾ തട്ടുക. വാലുമ്പോൾ തട്ടിയതൊന്നും കറങ്ങും. കറങ്ങിയ 2-3 കറക്കം ഇറങ്ങിയാൽ അവിടെ കിടക്കും. അങ്ങനെ കുറച്ചു നേരം ഇത് പൂച്ചയുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഇനി കണ്ടെത്തുന്ന ശ്രദ്ധിക്കേണ്ട എങ്ങനെയാ പൂച്ച എലിയെ കൊല്ലിയാന്ന്. കാരണം ആ ബദ്ധവൈദ്യ പൂച്ചയ്ക്ക് സ്വന്തം എലിയെ കണ്ട അപ്പൊ ഉപദ്രവിക്കും പൂച്ച, സംശയമൊന്നുമില്ല. അങ്ങനെ കടിച്ച് തന്റെ മുൻകൈകളെ കൊണ്ട് കുറെ തവണ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി പന്ത് തട്ടണ പോലെ തട്ടി 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 ഇതിങ്ങനെ നോക്കി നിന്നാൽ എന്താ തോന്നുക? പൂച്ച എലിയുടെ കൂടെ കളിക്കുകയാണോ തോന്നുക. എലിയാണ് ഈ പൂച്ചയ്ക്ക് പാലത്തിന് നിന്ന് കൊടുക്കുക. അങ്ങനെ തോന്നുക. ഇത് ആർക്കാ തോന്നിയത് എന്നാണെങ്കിൽ അമരന്മാരാൽ ദുഷ്ടനായി. അമരന്മാരെ പറഞ്ഞ ദേവന്മാര്. ആ ദേവന്മാരാൽ എവിടെ? അഭ്രകന്മാരാണ്. അഭ്രം എന്ന് പറഞ്ഞ മേഘം. ആ മേഘോപരി അവിടെ നിൽക്കുക. കാരണം ഒരു ഹിരണ്യേശ്വരനുള്ള പേടിയുണ്ട്. പേടി കാരണം മേഘത്തിന്റെ ഇടയിൽ ഒളിച്ചു നിൽക്കും. ഒളിച്ചു നിന്ന് കുറച്ചിട്ടോ അദ്ദേഹം വന്നിട്ടില്ല. എന്താണ്ടാവുക? ശരിയാ, എന്നാ വരികയെന്നറിയില്ല. ഇപ്പൊ വരുന്ന തോന്നുന്നത് ഇപ്പൊ വരും. എന്തായാലും ഈ താമസം ഉണ്ടാവില്ല. കാരണം എന്താ? പ്രഹ്ലാദനെ ഒരു ഉദ്രവിക്കാൻ തുടങ്ങിയിട്ട് അനവധി കാലങ്ങളായിട്ട് ഉദ്രവിക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും ഒരു അവസാനമാവും. അദ്ദേഹം അങ്ങനെയല്ലേ പറഞ്ഞേ? പ്രഹ്ലാദനെ നിഗ്രഹിക്കാൻ ഉപദ്രവിക്കണേണ്ട ശക്തി കൂടിയാൽ തീർക്കുന്നല്ല. ഇന്നെന്തായാലും നോക്ക പേടി കാരണം അങ്ങനെ ഭയ ഹരിഷ ഭയഹരിഷ കൗതുകപരന്മാരാണ് ഈ ദേവന്മാർ. ഭയമുണ്ടവർക്ക്. ഭയമുള്ളതുകൊണ്ടെന്താവും? അവരിടയ്ക്ക് മേഘത്തിന്റെ ഇടയിൽ ഓടും. അങ്ങനെ ഒളിച്ചത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിഗംഭീരമായിട്ടുള്ള ശബ്ദങ്ങൾ ചെവിയിൽ വന്ന് തറക്കണ ശബ്ദം. ആ ശബ്ദം എന്താണ്ടായേ നോക്കണം, അല്ലാണ്ട് കണ്ടത് എനിക്കറിയില്ല. താഴേക്ക് നോക്കിയാൽ വേഗം മേഘത്തിലേക്ക് നോക്കുമ്പോ എന്താ പ്രകാശം കണ്ടു. പ്രകാശം കണ്ടപ്പോ എന്താ മനസ്സിലായത്? ഹിരണ്യകശിപു വേഗം മേഘത്തിന്റെ ഉള്ളിൽ ഒളിച്ചു. മേഘത്തിന്റെ ഉള്ളിൽ ഒളിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചാടി പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്ന സമയത്താണ് മൃഗമല്ല, നരനുമില്ല. നരനാണ്, മൃഗനാണ്, ഇങ്ങനെയുള്ള ഒരു മൃഗമാണ്, ഇങ്ങനത്തെ രൂപ. ആ രൂപം കണ്ടപ്പോഴോ ഭയ ഹരിഷ ഹരിഷുണ്ടായി. ആദ്യം സന്തോഷമുണ്ടായി. ശ്രീനാരായണൻ ഭഗവാൻ നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നൂലോ. ആ സുരനെ കൊല്ലൂലോ. നോക്കുമ്പോ രൂപം കാണുമ്പോ കൗതുകമായി. കൗതുകന്റെ അർത്ഥം മനസ്സിലായി. കൗതുകം എന്ന് പറഞ്ഞാ അപൂർവമായ വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാവുന്ന സന്തോഷത്തിനാണ് കൗതുകം എന്ന് പറയുക. എല്ലാത്തിനെയും കാണുമ്പോ കൗതുകം ഉണ്ടാവില്ല. എന്തിപ്പോ വരാൻ കൗതുകം എനിക്കറിയാം. കൗതുകം കൊണ്ടാ ഈ വിദ്വ എന്തൊക്കെയാ പ്രകടിപ്പിക്കാന്ന് അറിയില്ലല്ലോ. ആ കൗതുകക്കാരനാണ്. അപ്പോ അപൂർവമായിട്ടുള്ള ഒന്നാണ്. കാരണം എന്താ? അതിദേവന്മാര് അനവധി കാലം മുമ്പ് പ്രയോഗിച്ചതാണ് ഇതുവരെ ഉണ്ടാക്കിയത്. അപ്പൊ അത്രയ്ക്കൊന്നും ആയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടിട്ട് തുടങ്ങിയതാണോ? ഒന്നാവില്ല ചെയ്യേണ്ടത്. അപ്പോ ആ ഒരു കൗതുകം നല്ലോണം വന്നുകൊണ്ട് കൗതുകം നല്ലോണമുള്ളതാണ്. അപൂർവമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാനുള്ള മോഹം. അതിങ്ങനെ കാണുമ്പോ സന്തോഷം. മുഖത്തിൽ സന്തോഷം ഉണ്ടെന്ന് അറിയുന്നത്. കാരണം ചിരിക്കുന്നുണ്ട്. ചിരിച്ചാൽ സന്തോഷാന്ന് അറിയാം. ഞാൻ മുഖത്തുള്ള എടുത്ത് തുറിച്ചാൽ ദേശീയ ചെയ്യുന്നു എനിക്കറിയാം. അങ്ങനെ അപ്പൊ ഇതൊക്കെ അതിന്റെ മനസ്സിലുണ്ട്. ഭയം ഉണ്ടാവുന്നുണ്ട്, ഹരിഷ ഉണ്ടാവുന്നുണ്ട്, കൗതുകം ഉണ്ടാവുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ രൂപം. നാരായണന്റെ ഈ രൂപം ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ പ്രയോഗം കണ്ടിട്ടില്ല നാരായണന്റെ. എന്നത് കാണാൻ തരയില്ല നാരായണന്റെ പ്രയോഗം. ഈ പ്രയോഗം ഉണ്ടാവുമ്പോഴേക്കോ അങ്ങുണ്ടാവും ചെട്ടിന്റെ പുറത്തതാ. ഇനിയൊരു പ്രയോഗം കഴിയാറായിട്ടുള്ള ചെട്ടിൽ വരുന്നത്. ആ നാരായണന്റെ പ്രയോഗം കേവായി നോക്കുക. കൗതുകം ഉണ്ടായി. അപ്പൊ തന്നെ ഹിരണ്യകശിപുവിനെ കാണാം. ഹിരണ്യകശിപുവിനെ കാണുമ്പോഴോ പേടി ഉണ്ടാവും. പേടി ഉണ്ടാവുമ്പോ വേഗം മേഘത്തിന്റെ ഉള്ളിൽ വിളിക്കും. മേഘ
എന്താ നടക്കണേന്ന് അപ്പൊ നോക്കുമ്പോ ഈ നരസിംഹമായിട്ടാണോ പുറത്തേക്കായിട്ട് വന്നേക്കണേ. നരസിംഹം ഖേലൻ അടിച്ചു ചാടി ചെന്ന് ഹിരണ്യകശിപുവിന്റെ 2 കയ്യുമ പിടിച്ചു. കയ്യുമ പിടിച്ചൊരു കൊടയിലുണ്ട് കുടഞ്ഞോടുകൂടി ആയുധങ്ങളൊക്കെ പോയി ചെറിയ കുറച്ചു നേരം ആ സമയം ചെലവഴിക്കാനായിട്ട് കൗതുകം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നേരം പോക്ക് നേരം കടന്നുപോണ്ടേ. കാരണം എന്താ, അനുഗ്രഹം എങ്ങനെയാ ബ്രഹ്മാവിന്റെ. പകല് പറ്റില്ല, രാത്രി പറ്റില്ല, അപ്പം പറ്റില്ല, ഉച്ചയ്ക്ക് പറ്റില്ല, അങ്ങനെ പറ്റില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ചോദിക്കാത്തൊരു സമയമുണ്ട്, പറയാം അദ്ദേഹം നിരീക്കാത്തൊരു സമയം. ആ സമയം ആവാൻ വേണ്ടിയിട്ട് നിൽക്ക. അതെപ്പോഴാ? സായത്തിങ്കൽ സന്ധ്യാസമയം. ആ സന്ധ്യാസമയം ആവാനായിട്ട് കളിച്ച് എപ്പോഴാണോ ഹിരണ്യകശിപുവിന്റെ ഓജസ് മുഴുവൻ ശക്തി മുഴുവൻ ഇല്ലാതായി. ആ ഇല്ലാതായ സമയത്ത് ദ്വാരിങ്കലിരുന്ന ഗുരുവിങ്കൽ അവിടെ വെച്ചു. ദ്വാരിങ്കലിൽ ദ്വാരം എന്ന് പറഞ്ഞാൽ വാതലിനുള്ളിൽ ഇരുന്നു. വാതലിന് ഇരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എവിടെ ഇരിക്കാൻ പറ്റിയ? വാതലം തുറന്നപ്പോ അവിടെ ഇരിക്കാൻ സ്ഥലമായി. എവിടെയാ? മറുപടി. ആ മറുപടിമ ഇരിക്കും. അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അകത്തുമല്ല പുറത്തുമല്ല അല്ലേ? അങ്ങനെ പറയുന്നത്. അകത്ത് പാടില്ല, പുറത്ത് പാടില്ല. ദ്വാരം എന്ന് പറഞ്ഞാൽ അകത്തുമല്ല പുറത്തുമല്ല, നടുക്കുള്ളതാണല്ലോ. അവിടെ ഇരുന്നു. ഇനിയോ നിലത്ത് പാടില്ല, മുകളിൽ പാടില്ല, ആകാശത്ത് പാടില്ല, അവിടെ പാടില്ല, ഇവിടെ പാടില്ല, അങ്ങനെ പാടില്ല, വായുവിൽ പാടില്ല, ഇല്ല എവിടെയും പാടില്ല, മടിയിൽ പാടില്ല എന്ന് പറഞ്ഞില്ല. സ്വന്തം മടിയില്ലേ? ഊരുവിങ്കൽ തൊടയലൻ അസുരനെ പിടിച്ചത് കിടത്തി. ഇനി ബാക്കിയ പതിപ്പിക്കണ്ടായിരുന്നു. പിടിച്ചവിടെ കിട്ടു കേട്ടോ. മറ്റുള്ള കൈകളെ കൊണ്ട് അമർത്തി പിടിച്ചു. പിടിച്ചിട്ട് എന്ത് ചെയ്തു എന്നാണെങ്കിൽ വ്യസുവാക്കിയിട്ട് അവനെ വിധാനം ചെയ്തു. വ്യസുവാക്കി. വ്യസു എന്ന് പറഞ്ഞാൽ എന്താ? അസു നഷ്ടപ്പെട്ട ആള് വ്യസു. അസു എന്ന് പറഞ്ഞാൽ പ്രാണം പോയാണ്. അവന്റെ പ്രാണം കളഞ്ഞു. എങ്ങനെ? നഖം കൊണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആയുധം കൊണ്ട് പാടില്ല, മച്ചുകൊണ്ട് പാടില്ല, മഴുക്കൊണ്ട് പാടില്ല, ഇരുമ്പുകൊണ്ട് പാടില്ല, ചെമ്പുകൊണ്ട് പാടില്ല. ഇരുമ്പല്ല ചെമ്പല്ല ഒന്നുമല്ല, പച്ചയില്ല പഴുക്കല്ല തന്റെ നഖ. ആ നഖം എന്നാൽ ഇതിനേതൊക്കെ ശക്തമായിട്ടുള്ളതാണ് അല്ലേ? ആ നഖരം എന്ന് പറഞ്ഞാൽ അത്രയും കൂട്ടതാണ്. അവിടെ വക്ഷോഭാഗത്ത് ഇങ്ങനെ ഇറക്കി അതങ്ങ് പൊളിച്ച് ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് രക്തം ആ നാവുകൊണ്ട് അത്രയും ഉള്ളിൽ നാവുകൊണ്ട് ആ രക്തം കുടിച്ചു, മാംസം ഭക്ഷിച്ചു, പൊട്ടൽമാലേക്ക് അടിഞ്ഞ് വിഘോരനായിട്ട് അവിടെ ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് സന്ധ്യ പറഞ്ഞാൽ അധികം നേരമൊന്നും കുറച്ച് നേരമുള്ളൂ. ആ സമയം കൊണ്ട് അവന്റെ കഥയിൽ കഴിച്ചു. ഇങ്ങനെ ഹിരണ്യകശിപുവിനെ ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ആ ഹിരണ്യകശിപു എപ്രകാരമാണോ വരം ചോദിച്ചത് അപ്രകാരം തന്നെ രൂപം സ്വീകരിച്ച് അവിടെ വന്നു. ഈ വരവിന്റെ പ്രത്യേകത എന്നാണെങ്കിൽ പ്രത്യേകം പറയുന്നത് ഛടുതിയം പെട്ടെന്ന്. എന്താ പെട്ടെന്ന് പറയാത്ത കാര്യം എന്താ? കാര്യം ഭക്തൻ പറഞ്ഞാൽ പറഞ്ഞതൊക്കെ പാലിക്കണം എന്നാണ്. ഭക്തന് കാണിച്ചു കൊടുക്കണം ഭഗവാൻ ഉത്തരവാദിത്ത അല്ലേ? ഓഹോ, ആ ശാപം കിട്ടിയ സമയത്ത് ഭക്തന്മാരാണെന്നുണ്ടെങ്കിലും വിരോധഭാവത്തിലൂടെ ഭഗവാനെ പ്രാപിക്കാനാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ അടുത്ത് അതാ ഇതാ വക്രത വർത്തത അങ്ങനെ എല്ലാം പറഞ്ഞു. ഇതെല്ലാം ബുദ്ധി. ഹിരണ്യകശിപു എന്തൊക്കെയാണോ അരുത് പറഞ്ഞത് അത് അതുപോലെ തന്നെ അങ്ങനെ ചെയ്തത്. ഹിരണ്യകശിപു പറഞ്ഞത് മാത്രം പോരാ, പിന്നെയോ പ്രസാദം പറഞ്ഞപ്പോൾ ശരിയാണോ അല്ലേ? ഇതും ഭക്തൻ തന്നെയാണ്. ഇത് വിരോധ ഭക്തനാണെങ്കിൽ ഇതങ്ങനെയല്ല, ഇത് തന്റെ സമീപത്ത് ഭക്തനായ ഭക്തനാണ്. അപ്പൊ പ്രഹ്ലാദന്റെ കൂടി നേരിയാക്കണം നടത്താം. അതെങ്ങനെയാ നേരിയാക്കാൻ സാധിക്കുക? എന്താ പറഞ്ഞത്? ഇതിന്റെ ഉള്ളിലുണ്ടെന്നാ പറഞ്ഞേ. ആരാണോ പറഞ്ഞേ? ബലം ഹരിയർമേ, എന്റെ ബലം ഹരിയാണ് എന്നാ പറഞ്ഞത്. ഹരി എന്ന് പറഞ്ഞാൽ എന്താ? സിംഹം ആണ്. അതാണ് സിംഹത്തിന്റെ രൂപം സ്വീകരിച്ചത്. വേറെ മൃഗമൊന്നും പോരാ, സിംഹം തന്നെയാണ് നിശ്ചയിച്ചത്. അതുകൊണ്ടാണ്. പിന്നെ ഇതിന്റെ ഉള്ളിലുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ മറ്റുള്ള അവതാരങ്ങൾ തുകലേക്ക് സ്വീകരിച്ചില്ലേ? മത്സ്യം, കൂർമ്മം, വരാഹമൊക്കെ എടുത്തു. അതിനൊക്കെ സമയം ഉണ്ടായിരുന്നു. മത്സ്യത്തിന് സമയമുണ്ട്. കൂർമ്മത്തിനും അതെ, അവിടെ താന്നുപോയി കുറച്ച് എന്താ വേണ്ടതെന്ന് ആലോചിച്ച്
കൂർമ്മരൂപം സ്വീകരിച്ച് അവിടെ ചെന്ന് അതിനെ പൊക്കി കൊണ്ടുവരാൻ സമയം തന്നെ അങ്ങനെ ഉണ്ടായി. വരാഹമേ ഭൂമി തടിക്കുപോയി കുറച്ച് സമയം എടുത്തിട്ടാണ് വരാഹായിട്ട് ഇതില്ല. കാരണം എന്താ ആരുടെ വെട്ടി പൊളിക്കാണ്ട് പുറത്തേക്ക്. ഈ പുറത്തേക്കിട്ട് വരുമ്പോ നിമിഷ നേരം കൊണ്ട് ഹിരണ്യകശിപു പറഞ്ഞതും പ്രഹ്ലാദൻ പറഞ്ഞതും എല്ലാ ദേവന്മാർക്കും എല്ലാവർക്കും ഉപകാരമുണ്ടായി. ലോകത്തിന് മുഴുവൻ ഉപകാരമുണ്ടേ. കാരണം എന്താ സുഹൃതം അതും പറഞ്ഞിട്ട് പ്രഹ്ലാദനെ സുഹൃത്താണ്. ലോകത്തിന് ഹിതൈഷിയായിട്ടുള്ള ആളാണ്. ലോകത്തിന് ഹിതത്തെ ഇച്ഛിക്കുന്ന ആളാണ്. ഹിതം മാത്രം ലോകത്തുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് സുഹൃത്ത്. അല്ലേ? സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സഖാവ് കൂടി പറയും. സഖാവിന്റെ ഗുണം എന്താ? ലോകത്തിന് ഹിതം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നവരാണ് സഖാവ്. എല്ലാത്തോലെ സഖാക്കൾ എന്ന് പറയില്ല. അതുകൊണ്ടാണ് പിന്നെ സംഭവിച്ചത്. വേറൊന്നല്ല. എന്നാണോ ലോകത്തിന് ഹിതം ആവരുത് എന്ന് ഓരോരുത്തർ വിചാരിച്ച് തുടങ്ങിയെന്ന് പലരും പറയപ്പെട്ടു വന്നുവോ അന്നിങ്ങനെ അത് ഒയ്യരുത്. അപ്പൊ ഇങ്ങനെ ഭക്തന്മാരായിരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന പ്രകാരം ഒരു നിമിഷം, ആ നിമിഷത്തിന്റെ ഉള്ളിൽ ഇതെല്ലാം സാധിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണൻ നരസിംഹമൂർത്തിയായി അവതരിച്ചു തന്റെ വിരോധഭക്തനായിരിക്കുന്ന ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ഭക്തഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനെ നിഗ്രഹിക്കുന്നു. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കണ അതിഥി എല്ലാം പറ്റത്തില്ലോ. എല്ലാവരും അവിടെ സന്നിഹിതന്മാരായി. ബ്രഹ്മാവ് ഈ പ്രഹ്ലാദനെ സമീപത്തിങ്കിലേക്ക് പറഞ്ഞേച്ച പ്രഹ്ലാദസ്തുതി കൊണ്ട് നരസിംഹമൂർത്തിയുടെ കോപത്തെ ശമിപ്പിച്ച് അതിനുശേഷം നരസിംഹമൂർത്തി പ്രഹ്ലാദനെതിരെ പ്രഹ്ലാദൻ ഏടച്ഛന്റെ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്തതിന്റെ ശേഷം രാജ്യത്തെ സംരക്ഷിക്കാൻ അനവധികാലം രാജ്യത്തെ സംരക്ഷിച്ച് സ്വഭാവത്തിങ്കിലേക്ക് എത്തിച്ചേരണം ഗ്രഹിച്ചതിന്റെ ശേഷം സിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ എല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തനായി ആ എവിടുന്നാണോ കാണാറായത് അവിടെ തന്നെ അന്തർധാനം ചെയ്യേണ്ടത്. പഠിക്കേണ്ട എവിടെയാ? ദ്വാരത്തിങ്കിലാണ്. അവിടെ വെച്ചില്ല. ഇങ്ങനെ ഭദ്രവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണനാകട്ടെ തന്റെ വിരോധഭക്തനായിരിക്കുന്ന ഹിരണ്യകശിപുവിന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാനും ഭക്തഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനെ അനുഗ്രഹിക്കാനും ലോകത്തെ രക്ഷിക്കാനും ദേവന്മാർക്ക് പ്രസാദത്തെ നൽകാനുമായിക്കൊണ്ട് ഭക്താഭീഷ്ടപ്രകാരം നരസിംഹമൂർത്തിയായി അവതരിക്കുകയും ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ലോകത്തിനു നന്മയെ പ്രദാനം ചെയ്ത് എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് അനന്തനാകുന്ന വള്ളിമത്തെ ലക്ഷ്മീധാത്രി സമേതനായിട്ട് അവിടെ പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ